ഇടുക്കിയിലേക്ക് പോകാം നമുക്ക്. ശരി, രാഹുൽ സുരേഷ്. രാഹുൽ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. എന്താണ് ഒരു കാഴ്ച? എന്താണ് നേതാക്കൾ ഈ അവസാന നിമിഷം പറയുന്നത്? പ്രത്യേകിച്ച് റോഷിയാസിന്റെ ഒക്കെ ഒരു പ്രതികരണം നമുക്ക് ഈ ഘട്ടത്തിൽ കിട്ടേണ്ടതുണ്ട്. സ്മൃതി, ഏറ്റവും അവസാന നിമിഷം രാഷ്ട്രീയ നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെയും BP ഇങ്ങനെ ഹൈ ആയി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതിലും ടെൻഷനാണ് റിപ്പോർട്ട് ചെയ്യുന്ന നമുക്കും അവതരിപ്പിക്കുന്ന നിങ്ങൾക്കും എല്ലാം ഉള്ളത്. നമ്മളെന്തായാലും ഉള്ളത് ഇടുക്കി മണ്ഡലത്തിന്റെ വോട്ടെണ്ണുന്ന ഏകലവ്യ സ്കൂളിന്റെ മുന്നിലാണ്. ഈ ഹാളിനുള്ളിലാണ്, ഈ ദൃശ്യങ്ങൾ കാണുന്ന ഹാളിനുള്ളിലാണ് ഇടുക്കി മണ്ഡലത്തിന്റെ ജനഹിതം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ ഒരു ട്രെൻഡ് നമുക്കറിയാൻ സാധിക്കും. 8 മണിയോടുകൂടി തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഇടുക്കി മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ ആദ്യം തുടങ്ങുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്നാണ്. ആദ്യത്തെ 15 മിനിറ്റിൽ എന്തായിരിക്കും ഇടുക്കി മണ്ഡലത്തിന്റെ ട്രെൻഡ് എന്നറിയാൻ സാധിക്കും. ആദ്യത്തെ മണ്ഡലത്തിൽ ആദ്യം എണ്ണുന്നത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വോട്ടുകളാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിലവിൽ ഭരിക്കുന്നത് UDF ആണ്. പക്ഷെ അവിടെ റോഷിക്ക് ഒരു ലീഡ് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ട്രെൻഡ് റോഷിക്ക് അനുകൂലമാണെന്ന്. മറിച്ച് റോയ് കെ പൗലോസിനാണ് ആദ്യത്തെ ട്രെൻഡ് അനുകൂലമെങ്കിൽ ഒരുപക്ഷെ പറയാൻ സാധിക്കാത്ത ഒരു രീതിയിലേക്ക് ഇടുക്കി മണ്ഡലം മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് LDFും UDFും ഉള്ളത്. UDF 5 മണ്ഡലങ്ങളിൽ വിജയിക്കുമെന്ന് പറയുമ്പോൾ LDF പറയുന്നത് 3 മണ്ഡലത്തിൽ ഉറപ്പായും ജയിക്കും. മറ്റ് വേവുകളൊന്നുമില്ലെങ്കിൽ പീരുമേട് മണ്ഡലം കൂടി വിജയിക്കും. അങ്ങനെ 4 മണ്ഡലങ്ങളിലാണ് വിജയസാധ്യത LDF പറയുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ തലമുറ മാറ്റം തൊടുപുഴയിൽ ഉണ്ടാകുമോ? PJ ജോസഫിനും അവരെ മകനായിട്ടുള്ള അബു ജോൺ ജോസഫാണ് മത്സരിക്കുന്നത്. അവിടെ തലമുറ മാറ്റം ഉണ്ടാകുമോ? ഉടുമ്പൻചോലയിലേക്ക് വരികയാണെങ്കിൽ MM മണിക്ക് പകരം അവിടെ KK ജയേന്ദ്രൻ മത്സരിക്കുന്നു. അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? മറിച്ച് ദേവികുളത്തേക്ക് വരികയാണെങ്കിൽ രാജമാർ തമ്മിലുള്ള മത്സരത്തിൽ ആരാകും രാജാവ് എന്നൊക്കെ കൗതുകമുള്ള നിമിഷങ്ങളിലേക്കാണ് എന്തായാലും പോകുന്നത്. 2021 കണക്കനുസരിച്ച് 4 മണ്ഡലങ്ങളിലാണ് LDF ജയിച്ചത്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ UDF 4 മണ്ഡലങ്ങളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വെച്ച് 4 മണ്ഡലങ്ങളിൽ വിവരങ്ങൾ നൽകിയത് അതൊരു കൗതുകകരമായ കാര്യമാണ് മാഡം. അതായത് 4 ഇടങ്ങളിലേക്ക് UDF എത്ര ഇടങ്ങൾ പിടിച്ചോ അത് അപ്പാടെ കയ്യേറിക്കൊണ്ടാണ് ഇപ്പോ UDF തദ്ദേശത്തിലേക്ക് വന്നപ്പോൾ UDF ആ മേൽക്കൈ ഉണ്ടാക്കിയത്. അത് പീരുമേട്, ദേവികുളം അടക്കമുള്ള മണ്ഡലങ്ങളിലൊക്കെ ഇത്തവണ ആ മുന്നേറ്റം കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് UDFന് പ്രതീക്ഷ. യഥാർത്ഥത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയ ആത്മവിശ്വാസം കൂട്ടിയിട്ടുണ്ട്. കാരണം 2010 മാത്രം സംഭവിച്ച ഒരു മാറ്റം എന്നുള്ളത് UDFന് അനുകൂലമായ സാഹചര്യം എന്നുള്ളത് അത് ഇത്തവണ സാധിച്ചു എന്നുള്ളത്. അപ്പോൾ അതിന് തുടർച്ചയുണ്ടാകും. അതിനിടയ്ക്ക് മറ്റൊന്നും ഒരു സാഹചര്യവും മാറിയിട്ടില്ലല്ലോ. പക്ഷെ വരില്ല എന്നുള്ളതാണ് LDFന്റെ ആത്മവിശ്വാസം. അങ്ങനെ വന്ന ചരിത്രമില്ല എന്നാണ് LDF പറയുന്നത്. ആ ചരിത്രം ഇത്തവണ തിരുത്തി കുറിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കൗതുകത്തോടു കൂടി നോക്കുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ പുറത്തു വരാനുള്ളത് കേവലം ആര് ജയിക്കും എന്നുള്ളതല്ല, അത് എങ്ങനെയാണെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഒരു സമവാക്യ നിർമ്മാണം തന്നെ ഇന്നും നടക്കുമെന്നുള്ളതാണ് പ്രധാനം. ശരി, നമുക്ക് അടുത്ത വീഡിയോ ഒന്ന് ഇടയ്ക്കിരുന്ന് കണ്ടുപോകണം. ആ ഒരു യുദ്ധത്തിന്റെ പ്രതീതി, ആ ഒരു മത്സരത്തിന്റെ ചൂട് എത്രത്തോളം ഉണ്ട് എന്ന് കാണാൻ.